1-2 രൂപയുടെ തട്ടിപ്പല്ല നടത്തിയത്. മാത്രവുമല്ല ഇത്രയും എവിഡൻസ് കൊടുത്തതിന് ശേഷവും ജാമ്യമില്ല വാറണ്ട് പ്രകാരം നമ്മളെ അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാനവന് കാത്തിരിക്കുകയാണ്, വരട്ടെ. പുള്ളിക്ക് ആ ഒരു കണക്ക് കുറച്ച് മറവിയുണ്ട്. വലിയ ചന്ദനാദി ബെസ്റ്റാ, പ്രായവും കുറയും, ഓർമ്മശക്തിക്കും സൂപ്പറാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടൻ കൃഷ്ണകുമാർ ആൻഡ് മകൾ ദിയ കൃഷ്ണ, ഇവർക്കെതിരെ ഇപ്പോൾ ഒരു തട്ടിക്കൊണ്ടുപോകൽ അതിന് കേസായിട്ടുണ്ട്. പ്രശ്നം വളരെ ഗുരുതരമാണ്. അറസ്റ്റ് നടക്കാൻ നല്ല സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞതല്ല, പുള്ളി തന്നെ പറഞ്ഞതാണ്. ആക്ച്വലി ഇതൊരു കൗണ്ടർ കേസാണ്. കേസിന്റെ ഡീറ്റെയിൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു സ്ഥാപനം ഉണ്ടല്ലോ, OBOC. നമ്മുടെ ചാനൽ കാണുന്ന ഒരുപ്പെട്ട എല്ലാവർക്കും ആ ഒരു സ്ഥാപനത്തെ പറ്റി അറിയാമായിരിക്കും. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 3 സ്റ്റാഫ് ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് പലപ്പോഴായിട്ട് പണം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് അങ്ങ് തൂക്കി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഓൺലൈൻ പേയ്മെന്റ് ആണ്. അന്നേരം ഈ സ്കാനർ ത്രൂ ആയിരിക്കും ഇപ്പൊ പേയ്മെന്റ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഈ സ്റ്റാഫ് ഈ സ്കാനർ മാറ്റിയിട്ട് പറയും സ്കാനർ വർക്ക് ആവുന്നില്ല, എന്റെ നമ്പർ തരാം, അതിനകത്തോട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ പലപ്പോഴായിട്ട് ഈ 3 സ്ത്രീകൾ, ഇവരുടെ പേരടക്കം ദിയ പുള്ളിക്കാരത്തിന് ഇൻസ്റ്റാഗ്രാം ത്രൂ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പലപ്പോഴായിട്ട് പൈസ തട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഇവരെ പൊക്കി ഏതോ ഒരു കസ്റ്റമർ വിളിച്ചതുപോലെ പൈസ കയറിയെന്ന് ചോദിച്ച സമയത്ത് ദിയ എടുത്ത് ചോദിച്ച സമയത്ത് ഇല്ല, കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഈ ഒരു സംഭവത്തെ പറ്റി മനസ്സിലാവുന്നത്. അപ്പോൾ ഇവർ പറയുന്ന അവർ ഓൾറെഡി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അതിന്റെ വരെ വീഡിയോ ക്ലിപ്പൊക്കെ ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നാണ്. അതേ തുടർന്ന് അവരും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഇവർ പറയുന്ന ഒരു എമൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ 69 lakh rupeesന്റെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ചെറിയ ഇച്ചിരി പൈസ ഒന്നുമല്ല, 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എന്നാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവർ സമ്മതിച്ചു. ആ സംസാരത്തിനൊടുവിൽ ഇവർ കുറ്റം സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഒരു 8,82,000 രൂപ കൃത്യമായി ഇവർക്ക് കൊടുത്തു എന്നും പറയുന്നു. ആർക്ക്? കൃഷ്ണകുമാറിനും ദിയയ്ക്കും കൈമാറിയെന്നും പറയുന്നു. അതിനുശേഷം ഈ 3 സ്റ്റാഫിന്റെ ഒരു വ്യക്തി ദിയയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ബാക്കി പൈസ തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും അപ്പോൾ ഇവരുടെ കയ്യിൽ ഈ ഒരു സംഭവം നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവർ കൊണ്ട് ആദ്യം കേസ് കൊടുത്തു. ഇവർക്കെതിരെ കേസ് കൊടുത്തു, ഇത്രയും പൈസ തട്ടിയെടുത്തു എന്നുള്ള രീതി. അതിനുശേഷം ഒരു കൗണ്ടർ കേസായിട്ടാണ് ഇപ്പോഴത്തെ ഈ തട്ടിക്കൊണ്ടുപോകൽ കേസ് എന്നാണ് കൃഷ്ണകുമാറിന്റെ വെർഷൻ. എന്താണെങ്കിലും ഇവരുടെ എക്സ്പ്ലനേഷൻ, ഈ കൃഷ്ണകുമാർ ആൻഡ് മകൾ ദിയയുടെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്ന കാര്യം ഞാനൊന്ന് വെക്കാം. ഒരു 2 minutes വീഡിയോ ആണ്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ പുള്ളി പറയുന്നു മാത്രം. അപ്പോൾ തുടർന്ന് ആശുപത്രിയും വീടും ആയിട്ട് പോകുമ്പോഴത്തേക്ക് ബിസിനസ്സിൽ എന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് വർക്ക് ചെയ്യുന്ന IT-യിലായതുകൊണ്ട് പുള്ളിക്കും പോകാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കെന്താണ്, അവിടെ 3 കുട്ടികളുണ്ട്, വളരെ വിശ്വസ്തരായി എന്നും കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നവരാ. ഇവരുടെ ഓരോ ഫംഗ്ഷനിൽ പോയാൽ കാണാം, എല്ലാ ഫോട്ടോസും സൈഡിൽ നിൽക്കുന്ന ഈ കുട്ടികളാണ്. ഇവർ കറക്റ്റായിട്ട് നടത്തുന്നു, എല്ലാം വിളിച്ചു ചോദിക്കുന്നു, കണക്ക് പറയുന്നു, എല്ലാം ഉണ്ട്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് QR കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വരുന്ന കസ്റ്റമേഴ്സിന്. എന്നിട്ട് അവരുടെ ഫോണിലെ QR കോഡ് കാണിക്കും. ഇതെല്ലാം അവിടുത്തെ CCTV വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട്, പോലീസിന്റെ കൈവശം ഇരിപ്പുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരുന്നു. ഇവരുടെ ഒരു ഫ്രണ്ട് ഇവിടെ സാധനം വാങ്ങിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, OC വിളിച്ചിട്ട് ചോദിച്ചു, OC ഇങ്ങനെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ? നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല. ഇത് വെച്ച് അവരെ വിളിക്കുന്നു. ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ 3 ജോലി വിട്ടുപോകുന്നു. പിന്നീട് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ പൈസ പോയതായിട്ട് അറിഞ്ഞു, ഞങ്ങൾ പോലീസിലേക്ക് പോകുന്നു. ഇവർ 3 പേരും ഇവരുടെ ഫ്ലാറ്റിന്റെ താഴെ വരുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അവരപ്പം തന്നെ സംഭവിച്ചു, ഞങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, തരാം. അപ്പോൾ അവിടെ ഈ ശബ്ദം കൂടുന്നു, ആൾ കൂടുന്നു വന്നപ്പോൾ അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിലോട്ട് എവിടെയെങ്കിലും പോകും. ഞാൻ ഇത് നമ്മുടെ ഓഫീസ്. ശബ്ദം കൂടുന്നു, ആൾ കൂടുന്നു, അവിടെ നല്ല രീതിയിലൊരു സംസാരം നടന്നിട്ടുണ്ട്. അത് ഈ കാര്യത്തിൽ നിന്ന് പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി. ഈ ഓഫീസിലേക്ക് 3 വാഹനത്തിലായിട്ട് അവരും അവരുടെ ഭർത്താവൊക്കെ ഒരു ബൈക്കിലും എല്ലായിട്ട് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കണക്കുകൾ വെളി വന്നു തുടങ്ങി. ഇപ്പോൾ 69 ലക്ഷം രൂപ ബാങ്ക് വഴി മാത്രം, അതായത് QR കോഡ് വഴി മാത്രം കൊണ്ടുപോയിരിക്കുന്നു. ക്യാഷ് ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർ പറയുന്ന ഏതാണ്ട് 1 year ആയിട്ട് ഈ ഒരു തട്ടിപ്പ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ഷോപ്പിൽ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. 69 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രോഡക്റ്റിന്റെ വില 6,900 രൂപ എന്ന് കൂട്ടുക, അത്രയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. OCയുടെ ഓർണമെന്റ്സിന്റെ വില ഒരു ആവറേജ് പ്രൈസ് എടുത്താൽ തന്നെ ചിലപ്പോൾ ഒരു 1,500-2,000 രൂപയൊക്കെ മേ ബി വരുത്തുള്ളായിരിക്കാം. അത്രയും വരാൻ ചാൻസസ് ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ 69 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 69 ലക്ഷം ഡിവൈഡ് ബൈ 6,900 നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 1000 ഓർഡേഴ്സ് ഇവർ 1 yearനുള്ളിൽ വെട്ടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവർ ഒരു രീതിയിൽ കടലോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ലേ? ഇവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ടേൺ ഓവർ ഈ ഒരു ഷോപ്പിനുണ്ട് അല്ലെ? ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരു 1 ലക്ഷം 2 ലക്ഷം പോട്ടെ, ഒരു 6 ലക്ഷം രൂപ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷേ 69 ലക്ഷം രൂപ പോയെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒന്നാമത്തെ കാര്യം, അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്രയും ടേൺ ഓവർ ഉള്ള ഈ ഒരു സ്ഥാപനത്തെ ഇത്രയും കെയർലെസ് ആയിട്ടാണോ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്? അത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. ഇത്രയും കെയർലെസ് ആയിട്ടാണോ? ഞാനിത് പറയാൻ കാരണം 69 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിട്ടായിരിക്കണം 69 ലക്ഷം രൂപ തട്ടിയെടുത്തത് അല്ലേ? എന്തായാലും പുള്ളി പറയുന്ന ബാക്കി കേൾക്കാം. ഒക്കെ പലതും മിസ്സായിരിക്കും, അത് വേറെ അതിനിപ്പോൾ തെളിവില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ പൈസ കുറച്ച് തരാം, ഉള്ളത് ഞങ്ങൾ തരാം. ഒരു 3-4 മണിക്കൂറിനകത്ത് ഇവർ എവിടെ പോയി ഒരു 8,82,000 രൂപ ക്യാഷ് കൊണ്ട് തരുന്നു. ഇതിന്റെ സഹിതം വീഡിയോ എടുപ്പുണ്ട്. ഇത് കഴിഞ്ഞ് ബാക്കി പൈസ ഞങ്ങൾക്ക് ഇത്ര തരാനുള്ളൂ ഞങ്ങൾ വിചാരിച്ചു, പെൺകുട്ടികൾക്കല്ലേ ക്ഷമിക്കേണ്ടതല്ല എങ്കിലും ക്ഷമിക്കുന്നു, അവരിവിടെ
ഇവിടുന്ന് പോകുന്നു. പോയി കഴിഞ്ഞ രാത്രി ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവളെ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തി നോക്കി. ഇങ്ങനെ പരാതി നിന്ന് പിൻവലിക്കണം, ഞങ്ങൾക്ക് ഇനി പൈസ തരാൻ പറ്റില്ല. സ്വാഭാവികം രാത്രി വിളിക്കുമ്പോൾ എന്തൊക്കെ പറയുന്ന അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇത് ശരിയാവില്ലല്ലോ. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ AC ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹം കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ട് ഞങ്ങളൊരു പരാതി കൊടുത്തു. ഇങ്ങനെ പൈസ പോയതും പുറമെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. അതിൻ്റെ അടുത്ത ദിവസം ഇവരൊരു കൗണ്ടർ കേസ് മ്യൂസിയം സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇവരെയും ഇവരുടെ ഭർത്താക്കന്മാരെയൊക്കെ ഞങ്ങൾ എവിടെ നിന്നോ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു സ്കാം നടന്നിട്ടുള്ളതാണ്. അത് 100% ഉറപ്പാണ്. കാര്യം ഇതൊരു 7 ദിവസം മുമ്പ് OC പുള്ളിക്കാരത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ കുറച്ച് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റോറി ഒന്ന് വെക്കാം. ഇതാണ് ആ ഒരു സ്റ്റോറി. ഹലോ ഡിയർ ഇൻസ്റ്റാ ഫാമിലി, ഇഫ് എനിവൺ ഹാസ് വിസിറ്റഡ് മൈ സ്റ്റോർ എനി ടൈം ആൻഡ് ദ സ്റ്റഫ്സ് റിക്വസ്റ്റഡ് ടു പേ ദ എമൗണ്ട് ടു ദർ പേഴ്സണൽ നമ്പേഴ്സ് ഓർ സ്കാനർ, പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇമ്മീഡിയറ്റ്ലി. പ്ലീസ് ഡു നോട്ട് പേ ടു എനി സ്റ്റാഫ് പേഴ്സണൽ നമ്പർ. മൈ പേഴ്സണൽ അക്കൗണ്ട് നമ്പർ സ്കാനർ ഈസ് പ്രൊവൈഡ് ഇൻ ദ സ്റ്റോർ നമ്പർ ആയിട്ടാണ് പുള്ളിക്കാരത്തി ഇത് കൊടുത്തേക്കുന്നത്. അവിടുത്തെ സ്റ്റാഫ് പേഴ്സണൽ നമ്പർ തന്നിട്ട് അതിനകത്തോട്ട് പേ ചെയ്യാൻ പറയുവാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, സ്കാനറിൽ തന്നെ പേ ചെയ്യുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പുള്ളിക്കാരത്തെ കോൺടാക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേക്കുന്ന ഒരു സാധനമാണ്, ഒരു കസ്റ്റമറിന്റെ മെസ്സേജ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. യെസ്, ഐ റിസീവ്ഡ് ഓൾ ദ പാഴ്സൽ ഓൺ ടൈം. ഐ ആം എ റീസെല്ലർ ഇൻ USA. USA ഏതൊരു റീസെല്ലറാണ്. ഇവരുടെ സാധനം മേടിച്ചിട്ട് അവിടെ കൊണ്ട് റീസെല് ചെയ്യുന്നുള്ള ആരോ ആണത്. ബൈങ് ത്രൂ യുവർ വാട്സ്ആപ്പ് ഫോർ ലാസ്റ്റ് 1 year. ഇവരുടെ വാട്സ്ആപ്പ് ത്രൂ ലാസ്റ്റ് 1 year ആയിട്ടുള്ള കസ്റ്റമർ ആണ്. ഓൾവേസ് ദേ വിൽ ask me to pay to this Divya നമ്പർ ഉള്ളി. ഓക്കെ, ഇപ്പൊ ഈ മെസ്സേജിൽ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അക്കൗണ്ടിലോട്ടാണ് മെയിൻ ആയിട്ട് പൈസ എല്ലാം ചെന്നതെന്ന് ഇവർ പറയുന്ന എക്സ്പ്ലനേഷനകത്ത് ദിയ പറയുന്നുണ്ട്. അന്നേരം ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദർ എനി റീസെലർ ബൈങ് ത്രൂ വാട്സ്ആപ്പ് പ്ലീസ് ഇൻഫോം മീ, ആസ് ദ സ്റ്റാഫ് ഹാവ് ബീൻ സ്കാമിംഗ് മീ ഫോർ എ ഇയർ ഫോർ മോർ ദാൻ $500,000 rupee ഫ്രം വൺ സിംഗിൾ കസ്റ്റമർ. അന്നേരം ഇതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നത് 1 കൊല്ലമായിട്ട് ഈ സ്റ്റാഫ് സ്കാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിംഗിൾ കസ്റ്റമറിൽ നിന്ന് 50,000 രൂപ വരെ സ്കാം ചെയ്ത കേസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും അടിയിൽ ഒരു വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഫുൾ സ്റ്റോറി ഐ വിൽ ടോക്ക് ഓൺ മൈ വ്ലോഗ് ടുമാറോ എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ടില്ല, ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല, ഇനി ഇട്ടത് ടേക്ക് ഡൗൺ ചെയ്തതാണോ എന്നറിയില്ല. അപ്പൊ ഇതാണ് ആ ഒരു സ്ക്രീൻഷോട്ട്. അതുപോലെ തന്നെ വേറൊരു കസ്റ്റമർ ഇവർക്ക് അയച്ച മെസ്സേജും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ദ സെയിം എക്സ്പീരിയൻസ് പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഏതാണ്ട് 4,047 രൂപയുടെ സ്ക്രീൻഷോട്ടും പുള്ളിക്കാരത്തിക്ക് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കാം നടന്നിട്ടുണ്ട്, ഇവരെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിനകത്ത് മനസ്സിലാവാത്തൊരു കാര്യം, ഇനി ഇവരെ തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ. തട്ടിക്കൊണ്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതും കൃഷ്ണകുമാറിനെ പോലെ ഒരു വ്യക്തി അത്രയും വലിയ മണ്ടത്തരം കാണിക്കൂടെ. അയാൾക്ക് അത്യാവശ്യം മണി പവറും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഉണ്ട്. അത് മറ്റാരേക്കാളും നല്ല രീതിയിൽ എനിക്കറിയാം. അപ്പോൾ തട്ടിക്കൊണ്ടുപോയ ഒരു ഡ്രാമ എങ്ങനെ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മണ്ടത്തരം പുള്ളി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഒന്ന് വിരട്ടി വിട്ട് കാണും, പൈസ മര്യാദയ്ക്ക് കൊണ്ടുതരാൻ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടായിരിക്കണം 8.82 lakh അപ്പൊ തന്നെ കൊണ്ട് കൊടുത്തത്. പിന്നെ ഇതൊരു കൗണ്ടർ കേസ് ആവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാര്യം ഇവർക്കെതിരെ ഒരു കേസ് കൊടുത്ത സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരെ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസ്, അതും വളരെ സീരിയസ് ഇഷ്യൂ ആണ്, നോൺ ബെയിലബിൾ ആണ്. ഏത് സമയം വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അത് കൃഷ്ണകുമാർ പറയുന്നുണ്ട്, പുള്ളിക്കാരൻ പറയുന്നത് അതോടെ ഞാൻ വെക്കാം. 1-2 രൂപയുടെ തട്ടിപ്പല്ല നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത്രയും എവിഡൻസ് കൊടുത്തതിന് ശേഷവും ജാമ്യമില്ല വാറണ്ട് പ്രകാരം നമ്മളെ അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാനും കാത്തിരിക്കുകയാണ്, വരട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഓഫീസിൽ അറിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇതിന് ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാവും, ഏതെങ്കിലും ന്യായമായ സംഭവം ഉണ്ടാവും. ജാമ്യമില്ല വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുമെന്നാണ് പുള്ളി. ഇത്രയും പിടിപാടൊക്കെ ഉണ്ടായിട്ടും രക്ഷയില്ലല്ലോ. മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം എന്തായാലും. സാധാരണക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്യും, സാധാരണക്കാരനല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ ഇതൊരു കള്ളക്കേസാവാനാണ് സാധ്യത. അറസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കൃത്യമായി അന്വേഷിച്ച് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ആക്ട് ഇയാളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ ഒരു പരാതി കിട്ടിയെന്ന് പറഞ്ഞ് ചാടി കയറി അറസ്റ്റ് ചെയ്യുന്നത് വെള്ളരിക്കപ്പെടണോ? പിന്നെ വേറെ കാര്യം പറയാം, ഇയാൾ കുറച്ച് ഡ്രാമയാണ് കേട്ടോ, കുറച്ച് ഡ്രാമ ഇറക്കുന്നുണ്ട് ഇതിനകത്ത്. അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അഭിനയൊന്നും മറന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും കുറച്ച് അഭിനയമൊക്കെ ഉണ്ട്. ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഇത് മനോരമ ന്യൂസിന് കൊടുത്ത ക്ലിപ്പാണ്. തരാം, ഉള്ളത് ഞങ്ങൾ തരാം. ഒരു 3-4 മണിക്കൂറിനകത്ത് ഇവരെവിടെ പോയി ഒരു 8,82,000 രൂപ ക്യാഷ് കൊണ്ട് തരുന്നു. 8,82,000 OC എടുത്ത് 8 ലക്ഷം ഇത്ര അങ്ങനെ ചോദിച്ച് വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു. ഇത് മീഡിയ വണ്ണിന് ഒത്തു കൊടുത്ത ക്ലിപ്പാണ്. ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു. എഗെയിൻ 8 ലക്ഷത്തി മറവിയുണ്ട്. പൈസ തരാം. അങ്ങനെ ഇവര് പുറത്തു പോയി ഒരു 3 മണിക്കൂർ കൊണ്ട് 8,83,000 രൂപ 82,000 രൂപ അവർ കൊണ്ടുവന്ന് ഇവിടെ തരുന്നു. ലാസ്റ്റ് കാണിച്ചത് ഏഷ്യാനെറ്റ് ക്ലിപ്പ്. അവിടെയും 8 ലക്ഷത്തി 3 തവണ 3 ചാനലിന് 3 രീതിയിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടും പുള്ളിക്ക് ആ ഒരു കണക്ക് കുറച്ച് മറവിയുണ്ട്. വലിയ ചന്ദനാദി ബെസ്റ്റാ, പ്രായവും കുറയും, ഓർമ്മശക്തിക്കും സൂപ്പറാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞല്ലേ, പണ്ട് നമ്മുടെ അമ്മൂക്ക പറഞ്ഞ. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, ശനി ഞായർ. തിങ്കളാഴ്ച ഇന്ന് അറസ്റ്റ് ചെയ്താലും
ബെയിൽ കിട്ടത്തുള്ളൂ. പാടാണ്. അപ്പം പുള്ളിയുടെ പിടിപാടൊക്കെ വെച്ചിട്ട് ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. അത് അതിന്റെ ആവശ്യമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാൻ. അപ്പൊ ഇതാണ് കാര്യം, കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരിയെങ്കിൽ ബൈ ബൈ ബ്ലോ.